അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട സീഡ് കുടുംബാംഗങ്ങളെ, ISROയിൽ ശാസ്ത്രജ്ഞനായിരിക്കെ ചാരക്കേസിൽപ്പെടുകയും ആ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒടുവിൽ കോടതി കുറ്റവിമുക്തനാക്കി നിരപരാധിയായി പുറത്തുവരികയും ചെയ്ത നമ്പി നാരായണൻ എന്ന പ്രതിഭ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ഇന്നത്തെ ടോക്കിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമാകുന്ന ആ വരികൾ ഇങ്ങനെയാണ്: അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്തു നിന്നാണ് പല പുതിയ നാമ്പുകളും മുളപൊട്ടുന്നത്, പല വഴികളും ആരംഭിക്കുന്നത്. അവയെല്ലാം ആദ്യത്തേതിനേക്കാൾ അനുഭവവേദ്യവും അർത്ഥഗർഭവും ആയിരിക്കും. തുടക്കം പോലെ തന്നെ പ്രധാനമാണ് തുടർച്ചയും. എവിടെ നിന്ന് തുടങ്ങണം? സ്വപ്നങ്ങളിൽ നിന്ന് തുടങ്ങണം. എന്നും തുടരുന്ന യാത്രകൾക്ക് തുടക്കമാകാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മഭാഗ്യം. മറ്റുള്ളവർ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഒരു അസാധ്യ പ്രതിഭാസമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുക. ഞാനിത് ചെയ്യേണ്ട കാര്യമാണ്, ഞാനിത് ചെയ്യും, മറ്റൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന ശക്തമായ തീരുമാനമുണ്ടാകുമ്പോഴാണ് സ്വപ്നങ്ങൾ പിച്ചവെച്ചു നടക്കാൻ തുടങ്ങുന്നത്. നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞവരുടെ മുന്നിൽ എല്ലാം നടത്തിക്കാണിച്ച് നിവർന്നു നിൽക്കുന്നതാണ് ആത്മസംതൃപ്തിയും ജീവിത നിയോഗവും. എല്ലാ പദ്ധതികളും പൂർണ്ണമായി വിഭാവനം ചെയ്ത് തുടങ്ങാൻ ആർക്കുമാകില്ല. ചിലതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണണം. ഒരു യാത്രക്കിറങ്ങുമ്പോൾ ചില സമയങ്ങളെങ്കിലും മുന്നോട്ട് മാത്രം നോക്കി നടക്കേണ്ടി വരും, ചുറ്റിലും എന്ത് സംഭവിക്കുന്നു എന്നുപോലും ശ്രദ്ധിക്കാതെ. പരാജയങ്ങളെ വിമർശിക്കാൻ ആൾക്കൂട്ടം എപ്പോഴും തയ്യാറെടുക്കുന്നുണ്ടാകും. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പുരുഷാരം അതാതു സമയങ്ങളിലെ താൽപ്പര്യങ്ങൾക്കും മനോഭാവത്തിനുമനുസരിച്ച് മാത്രമായിരിക്കും പെരുമാറുക. വെറും കാഴ്ചക്കാരായി നിൽക്കുന്നവരും കൂട്ടത്തിലുണ്ടാകും. ഇത് പരാജയപ്പെടണം എന്ന് കരുതി കാത്തിരിക്കുന്നവർ പോലും ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലുണ്ടാകും. നിങ്ങളുടെ വിജയം തെളിയിക്കപ്പെടുന്നതുവരെ മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ അവർ സ്വയം നിശബ്ദരാകും. വിജയം സ്ഥിരമായ ഒരവസ്ഥയല്ല, അതൊരു വളർച്ചയാണ്. എന്നോ സംഭവിച്ച ഒരു വിജയവും ആഘോഷിച്ച് ആയുസ് മുഴുവനും ചിലവഴിക്കരുത്. എല്ലാവരും അടുത്ത് മാറുമ്പോഴും ഞാൻ തനിച്ചിരുന്ന് പറയുമായിരുന്നു, ഇംപോസിബിൾ ഈസ് ഇൻറ്ററസ്റ്റിംഗ്, ഇംപോസിബിൾ ഈസ് ഇൻറ്ററസ്റ്റിംഗ്. നിങ്ങളുടെ തീരുമാനം ദൃഢവും നിങ്ങളിലുള്ള വിശ്വാസം തീഷ്ണവുമാണെങ്കിൽ ലോകത്തിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. ഇരുട്ടാണെങ്കിൽ പോലും ഇറങ്ങി നടക്കൂ. വഴിവിളക്കുകൾ ഇല്ലെങ്കിൽ കൂടി മിന്നാമിനുങ്ങളെങ്കിലും നിങ്ങൾക്ക് വഴികാട്ടാനായി ഉണ്ടാകും. വിജയവഴികളിലെല്ലാം കഠിന പ്രയാണത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും മുദ്രകളുണ്ടാകും. ഒറ്റക്ക് നിൽക്കാനും ഒറ്റപ്പെടാനും തയ്യാറാണെങ്കിൽ കാലത്തെ മറികടക്കുന്ന ചില വഴികൾ നിങ്ങൾക്ക് വെട്ടിത്തെളിക്കാനാകും. പിന്നീട് അനേകർ ആ വഴിയെ നടന്നുകൊള്ളും. വിമർശനങ്ങളും നിരുത്സാഹപ്പെടുത്തലും കിട്ടിത്തുടങ്ങിയാൽ ധൈര്യമായി യാത്ര തുടങ്ങാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമ്പി നാരായണൻ എഴുതിയ ഈ വരികളോടൊപ്പം പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം കൂടി ചേർത്ത് ഈ ടോക്ക് അവസാനിപ്പിക്കാം. ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമൽ ബലാഇ മഅ ഇളമിൽ ബലാഇ എന്നാണ് പ്രവാചകരുടെ ആ വചനം. എത്ര കഠിനമായി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നോ അത്രയും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ആ പ്രവാചക വചനത്തിന് ആശയാർത്ഥം പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.